ആരോഗ്യമന്ത്രി വീണ ജോർജിനെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കിയതിൽ അതൃപ്തിയുമായി പത്തനംതിട്ടയിലെ CPM നേതാവ് പത്മകുമാർ പൊതുസമ്മേളനത്തിന് നിൽക്കാതെ കൊല്ലം വിട്ടു. ശ്രീകുമാരാണ് വാർത്തകൾ വെച്ചിരുന്നത്. ശ്രീത്ത്, പത്മകുമാറിന്റെ പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞാൽ തന്നതിന് ജൂനിയറായ ഒരുപക്ഷെ ഒരു ലാറ്ററൽ എൻട്രി പോലെ പാർട്ടിയിലേക്ക് വന്ന ഒരാൾക്ക് സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിതാവായിട്ടാണെങ്കിൽ കൂടിയും എൻട്രി കിട്ടുന്നതിൽ നേതാവിന്റെ പ്രശ്നം എന്താണ് ശ്രീത്ത്? സ്വാഭാവികമാണ് GK ഹാഷ്മി, ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. പത്മകുമാറിന് ഇത്തവണ ഒരുപക്ഷെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് അടക്കം പരിഗണിക്കപ്പെടുമെന്ന് കരുതിയിരുന്ന പേരായിരുന്നു പത്മകുമാർ. അവിടേക്ക് പത്മകുമാറിനെ പരിഗണിച്ചിരുന്നില്ല. നമുക്കറിയാം, ജില്ലയിലെ തന്നെ, ഹാഷ്മിക്ക് വ്യക്തിപരമായും അറിയാവുന്നതാണ്, ജില്ലയിലെ തന്നെ പിണറായി പക്ഷ നേതാവായി ആകെ അറിയപ്പെട്ടിരുന്നത് പത്മകുമാറായിരുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. എന്തായാലും പത്മകുമാർ ഈ സമ്മേളനത്തിൽ ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. അതിന്റെ ഭാഗമായാണ് പെട്ടെന്ന് തന്നെ വീണ ജോർജിന്റെ പേര് ഇതിലേക്ക് കയറി വരുന്നു. ക്ഷണിതാവാണ് ആയിട്ടാണെങ്കിലും വീണ ജോർജിന്റെ പേര് കയറി വരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ അതൃപ്തി നേതാക്കളോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇറങ്ങി വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപ് നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിന് എന്തായാലും തയ്യാറല്ല. പക്ഷേ അതൃപ്തി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാണ്. അദ്ദേഹം പറയുന്നത്, വലിയ സംഘാടന മികവൊക്കെയുള്ള ആളുകളെ നിങ്ങൾ വെച്ചല്ലോ, ഇനിയിപ്പോൾ താൻ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് താൻ കൊല്ലം വിടുകയാണെന്നാണ് പറഞ്ഞത്. പത്മകുമാറിനെ പോലെ നിരവധി സംസ്ഥാന സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മടങ്ങുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ്. എന്തായാലും പൊതുസമ്മേളനത്തിൽ പത്മകുമാറില്ല. വീണ ജോർജിനെ ക്ഷണിതാവാക്കിയതിലെ പത്തനംതിട്ടയിൽ നിന്ന് പുതിയൊരാൾ. അവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഒരു ചർച്ചായോഗത്തിൽ വലിയ വാക്കേറ്റവും കയ്യാങ്കളിയോളം എത്തി ഹർഷകുമാറും പത്മകുമാറും തുടങ്ങിയ ചില വാർത്തയൊക്കെ അന്ന് വന്നതാണല്ലോ. അന്ന് ഈ പ്രചരണ ചുമതല ഒഴിവാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് CPM കത്ത് കൊടുത്തു പത്മകുമാർ എന്നൊക്കെ ചില സൂചനകളൊക്കെ അന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച ഇവിടെ ഉണ്ടോ ശ്രീത്ത്? തീർച്ചയായും അദ്ദേഹത്തിന് നല്ല അതൃപ്തി ഉണ്ട് ഹാഷ്മി. കാരണം അറിയാമല്ലോ, പിണറായി പക്ഷം എന്ന തരത്തിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് തന്നെ പിണറായി വിജയന്റെ ഏറ്റവും അടുത്തയാളായി അറിയപ്പെട്ടിരുന്ന അന്ന് K അനന്തഗോപനൊക്കെ മറുചേരിയിൽ VS പക്ഷത്തോടൊപ്പം കടുത്ത രീതിയിൽ ഉറച്ചു നിന്നപ്പോഴും പത്മകുമാറായിരുന്നു ഒരു നാവ്. അതിന്റെ ഭാഗമായി പിന്നീട് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു, MLA ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പിണറായി വിജയന്റെ ഒരു വിശ്വസ്തനായി അറിയപ്പെടാനാണ് എന്നും അദ്ദേഹത്തിന് ഇഷ്ടം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ജില്ലയിലെ കാര്യങ്ങളൊന്നും തന്നെ കാര്യമായ രീതിയിൽ അറിയുന്നില്ല എന്നൊരു അതൃപ്തി പത്മകുമാറിന് നിലവിലുണ്ട്. അതൊക്കെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഒരു ഇറങ്ങിപ്പോക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ബഹിഷ്കരണം, പൊതുസമ്മേളനത്തിൽ താൻ വരുന്നില്ല എന്ന് പറയുന്നത്. ചില അടുപ്പക്കാരോട് അദ്ദേഹം ഇനി താൻ ഒന്നിനുമില്ല എന്ന് വരെ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പത്മകുമാർ മടങ്ങിയിട്ടുണ്ട്. അത് കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്കാണോ അതോ തിരുവനന്തപുരത്തേക്കാണോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ ലഭ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതിലെ അതൃപ്തി തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഈ ഒരു ബഹിഷ്കരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അതൃപ്തിയിലേക്കൊക്കെ പോകാനുള്ള കാരണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയോളം എത്തി എന്ന് പറഞ്ഞാൽ തല്ലുപോലും എത്തിയതാണെന്ന് പറഞ്ഞു. പ്രചരണത്തിന്റെ ഹർഷകുമാറും പത്മകുമാറും തമ്മിലായിരുന്നു. അന്ന് വലിയ കലാപമൊക്കെ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഒരുപക്ഷെ അതിന് തുടർച്ച ഇവിടെ കൂടെ പ്രതിഫലിച്ചിട്ടുണ്ടാവണം. പിണറായിയുടെ വിശ്വസനായിരിക്കും, എന്നാൽ അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല. എന്ന് പറയുമ്പോൾ പത്മകുമാറിനെ കൊല്ലം വിടാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക.